പറയാതെ കൊറേ ഉണ്ടടാ. എന്നപ്പോ ഞാനൊരു കാര്യം പറയട്ടെ. തല്ലിയിട്ടുള്ള പരിഹാരം ഞാനായിട്ട് കൊടുക്കൂല, മറ്റുള്ളവരും കിട്ടുന്ന കണ്ടിട്ട് ഞാനിങ്ങനെ മനസ്സിനുള്ളിൽ ആസ്വദിക്കും. അതാണ് റിഫ അന്ന് മെഹനാസിനെ കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയധികം മെഹനാസ് റിഫയെ ഉപദ്രവിച്ചിരുന്നു. 4 വർഷമായി തെളിയാത്ത റിഫയുടെ കേസ് ഇപ്പോൾ വീണ്ടും റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അഡ്വക്കേറ്റ് റഫ്താസിന്റെ പുതിയ പ്രസ്താവന നമ്മളെയൊക്കെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. ദുബായിൽ പോയി ഞാൻ ആ റൂം കണ്ടു. ഞാൻ ആ റൂം കണ്ട സമയത്ത് അവിടെ ഒന്നാമത് ഉക്കില്ല, മേലെ തൂങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു ചാൻസ് വേണം. ഫാൻ ഇല്ല ആ റൂമിൽ. പിന്നെ അതുകൂടാതെ തന്നെ റൂഫ് കുറച്ചും കൂടി സാധാ നോർമൽ ഹൈറ്റ് അല്ല, ഹൈറ്റ് കുറച്ചുകൂടി കൂടുതലാണ്. റിഫറിനെ സംബന്ധിച്ചോളം വളരെ ഹൈറ്റ് കുറവാണ്. ഒരു സാധാ ബെഡ് നിന്ന് കഴിഞ്ഞാൽ മുകളിലേക്ക് ഒരു രീതിയിലും തൂങ്ങാൻ പറ്റില്ല. ഇനി സ്റ്റൂള് വെച്ച് കയറിയാൽ തന്നെ ഒരു സാധാരണ ഹൈറ്റിലുള്ള ആൾക്ക് എത്താൻ പറ്റില്ല. അല്ല വക്കീലെ, ഈ സംഭവങ്ങളൊക്കെ തന്നെ ആയിരുന്നല്ലോ നമ്മൾ ഇത് ആത്മഹത്യ ആണോ എന്നുള്ളൊരു സംശയത്തിലേക്ക് നമ്മൾ പോകാനുള്ള കാരണം ദുബായ് പോലീസിന്റെ ഫോറൻസിക് റിപ്പോർട്ടിൽ ഇത് ആത്മഹത്യ ആണോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ പറഞ്ഞല്ലോ ഇത് സൂയിസൈഡ്, ഇത് മേർഡർ ആണെന്നോ സൂയിസൈഡ് ആണെന്നോ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. അവർ സ്പെസിഫിക് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു സംശയം ഉണ്ടായിരുന്ന വക്കീലെ, അന്ന് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നുള്ളത്, അതൊക്കെ നമ്മൾ അന്ന് പൊളിച്ചതാണില്ല. പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സംഭവസ്ഥലം മഹസർ ഒരു കേസിനെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്ഥലത്ത് വടക്കെന്ത്, തെക്കെന്ത്, കിഴക്കെന്ത്, പടിഞ്ഞാറെന്ത് എന്നുള്ളത്, ആ റൂമിലുള്ള ഓരോ സാധനങ്ങളും ഞാൻ പോയി കണ്ടിട്ട് കാര്യമില്ല. പ്രോസിക്യൂഷൻ അവർ തന്നെ പോകണം. ഇവിടുന്ന് ലോക്കൽ പോലീസ് അവിടെ ചെന്ന് സംഭവസ്ഥല മഹസർ എഴുതിയ മാത്രം. ഞാൻ പറഞ്ഞ ഉക്കിൻ്റെ കാര്യമല്ലേ, അത് സ്പെസിഫിക് ആയിട്ട് കോടതിയിലെത്തണം. അതിനെത്തണമെങ്കിൽ അവിടെ പോകണം. ഇപ്പം നമുക്ക് ഇൻ കേസ് ഇപ്പോൾ ഒരുപാട് കാലഘട്ടം കഴിഞ്ഞു, അവിടുത്തെ CCTV ദൃശ്യങ്ങൾ കിട്ടുമായിരുന്നു. ഇപ്പം അവരെ തൊട്ടടുത്തുള്ള ആളുടെ സ്റ്റേറ്റ്മെൻറ്റ് മലയാളികളുണ്ട്. ഇത് കറാമയിലുള്ളൊരു പഴയ ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിൽ 2 റൂമൊന്നുമില്ല, ഒരു ഹാളിൽ തന്നെയാണ് റൂം, ഒരു സ്റ്റുഡിയോമായിട്ടൊരു സംഭവമാണ്. അവിടെ ആ സമയത്ത് മെഹനാസ് മാത്രമല്ല, ആ റൂമിൽ ജംഷാദ് ഉണ്ടായിരുന്നു. അത് കൺഫേമാണ്. തൊട്ടടുത്ത ആളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നതും പോയതും എല്ലാത്തിനും ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ട്. അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജംഷാദ് ആക്ച്വലി പോലീസിന് മെഹനാസ് അന്ന് ഉപദ്രവിച്ചിരുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടല്ലോ. ആ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ആക്ച്വലി ഈ കേസ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിലേക്ക് അടക്കം വരാനുള്ള കാരണം ഉണ്ടായത്.